തിരിച്ചടിയുടെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ആർമി ഇപ്പോൾ പുറത്തുവിടുന്നു എന്നുള്ള കാര്യം കൂടി അച്യുതൻ അറിയിക്കുന്നുണ്ട്. ആ കൂടുതൽ ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നേരത്തെ വാർത്താ സമ്മേളനത്തിൽ കുറേ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു, എങ്ങനെയാണ് ആക്രമണമെന്ന് വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിർമ്മൽ എബ്രഹാം, വിദേശകാര്യ വിദഗ്ധൻ, നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് പാകിസ്ഥാൻ ഒരു തിരിച്ചടിക്ക് മുതിരുന്നു എന്നുള്ള തരത്തിലാണ്. സൈന്യത്തിന് അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഭീകര ക്യാമ്പുകളാണല്ലോ ആക്രമിച്ച് തകർത്ത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആക്രമണത്തിന് മുതിരുമോ പാകിസ്ഥാൻ? ഇല്ല, ഇന്നത് പാകിസ്ഥാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒറ്റ റീസൺ ഉള്ളൂ. അവർ പറയാൻ പോകുന്നത് ആദ്യത്തെ അറ്റാക്കുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല, അപ്പൊ ഇതൊരു പ്രകോപനം ഇല്ലാത്ത അറ്റാക്ക് എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ അവതരിപ്പിച്ചൊരു റിറ്റാലിയേഷൻ ശ്രമിക്കാം. പക്ഷെ റിറ്റാലിയേഷൻ ശ്രമിച്ചാൽ പോലും അവിടെ ഇവൻച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെക്കാൾ ഡാമേജ് പാകിസ്ഥാൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ലോകരാജ്യങ്ങളിൽ ടർക്കിയും ചൈനയും ഒഴിച്ച്, അതിൽ ടർക്കി വേണമെങ്കിൽ സിംബോളിക് ആയിട്ട് സപ്പോർട്ട് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. മറ്റ് രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്ക് പ്രോക്സികൾ വഴിയാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ തിരിച്ചടി നൽകുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ലീവേ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അവര് ഡയറക്ട്ലി മിലിറ്ററി ഇൻവോൾവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി എക്സ്പെൻസസ് കൂടും. അവർക്ക് എക്കണോമിക്കലി അവർ ഓൾറെഡി പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സോ അതുകൊണ്ട് കൂടുതൽ ഡാമേജ് പാകിസ്ഥാനായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഇത്തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സെന്റിമെന്റ് ഇന്ത്യക്കൊപ്പമാണ്. കാരണം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പോലല്ല. ഇന്ത്യ അടിച്ചപ്പം സിവിലിയൻസിനെ ആരും തന്നെ കൊലപ്പെടുത്താതെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുള്ള ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രമാണ് അറ്റാക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ വികാരം ഇന്ത്യക്കൊപ്പമാണ്. പക്ഷേ ഇത് എസ്കലേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് സപ്പോർട്ട് പാകിസ്ഥാന്റെ സൈഡിൽ നിന്നാണ് എസ്കലേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും UN, US പോലുള്ള സംഘടനകൾ ഇടപെട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടൊരു നിലപാടിലേക്ക് വരും തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ചൈന ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഡേഞ്ചർ ഉള്ളത്. കാരണം മുൻകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചൈന മിലിറ്ററിലി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരുണാചലിലും ലഡാക്കും പോലുള്ള ഏരിയാസിൽ ഇന്ത്യൻ സൈന്യത്തെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഡേഞ്ചറസ് ആയിരിക്കും. പക്ഷെ ആ ഒരു ലെവലിലോട്ടൊന്നും ചൈന ഇത്തവണ ഇടപെടുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ട്രേഡ് വാറിന്റെ സാഹചര്യത്തിലൊക്കെ ഇന്ത്യയും അവർക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ ഡിപ്ലോമാറ്റിക്കലി യുണൈറ്റഡ് നേഷൻസിലെ ഈ യുദ്ധത്തിന്റെ ബാക്കിയായിട്ട് നടക്കാൻ പോകുന്ന എന്ത് പ്രശ്നങ്ങളിലും UN ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചാൽ അവിടെ ചൈന വീറ്റോ ചെയ്യും എന്നുള്ളത് സംശയമില്ല. സോ അതുകൊണ്ട് ചൈനയുടെ സൈഡിൽ നിന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടും, ഇന്ത്യക്കാകട്ടെ മറ്റു രാജ്യങ്ങളുടെ സപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് എസ്കലേഷൻ പോയാലും ഇന്ത്യക്ക് ഭയക്കാൻ കൂടുതലുള്ളത് പാകിസ്ഥാൻ തന്നെയാണ്. ശരി, ദിലീപ് കുമാർ കൂടി ചേർന്നിട്ട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ. ദിലീപ് കുമാർ, ഈ ആക്രമണം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. ഇത്ര ദിവസങ്ങൾ എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ്. കൃത്യമായി ഭീകരതാവളങ്ങൾ കണ്ടെത്തുക, അണുവിട തെറ്റാതെ ആക്രമണം നടത്തുക, അതിൽ വിജയിക്കുന്നു. ലോകരാജ്യങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുന്നു. അത് വിശദീകരിക്കാൻ വനിതാ ഓഫീസേഴ്സിനെ അടക്കം ചുമതലപ്പെടുത്തുന്നു വാർത്താ സമ്മേളനത്തിൽ. അതുകൊണ്ട് ഇന്ത്യ വളരെ കൃത്യമായി തന്നെയല്ലേ നീങ്ങിയത് ദിലീപ് കുമാർ? ഉന്മേഷ്, കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ആക്രമിച്ചത്. ഇക്കാര്യത്തിൽ പാകിസ്ഥാനിൽ എവിടെയൊക്കെയാണ് ഈ ഭീകരതാവളങ്ങൾ ഉള്ളത് എന്നത് സംബന്ധിച്ച് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ റോയുടെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആ വിവരങ്ങൾ, റോയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സേനാ വിഭാഗങ്ങൾ സംയുക്ത നീക്കം പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്തിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ സാന്നിധ്യത്തിലും ഏതാണ്ട് 17ലധികം യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. സേനാ മേധാവികൾ, അതോടൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവി തുടങ്ങിയവരൊക്കെ പങ്കെടുത്ത ചർച്ചകൾ നടന്നിരുന്നു. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. ഉന്നതതല ചർച്ചകൾ നിരവധി വട്ടം നടക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ, അതിൻ്റെ സ്ഥലം, കൃത്യമായ സ്ഥലം, ആ സ്ഥലത്ത് തന്നെ സാധാരണ ജനങ്ങൾക്ക് അവരെ ഒരു തരത്തിലും ബാധിക്കാത്ത വിധം, മറ്റൊന്ന് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ താവളങ്ങൾ ആക്രമിക്കാത്ത വിധം ഈ ഭീകര താവളങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അവിടെ മാത്രം ഉന്നമിട്ട് നടത്തിയ ആക്രമണം. ആ ആക്രമണത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയവയുടെയൊക്കെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളൊക്കെയാണ് ഇന്ത്യ തകർത്തിട്ടുള്ളത്. ഇതിന് ഈ പേര്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത് പ്രധാനമന്ത്രിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭാര്യമാർക്കുള്ള ഐക്യദാർഢ്യം എന്ന നിലയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഈ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച്
ബഹാവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം. അവിടെ ഈ ആസ്ഥാനത്താണ് നേരത്തെ ഈ പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ അതിനുള്ള ഭീകരർക്കുള്ള പരിശീലനം നടന്ന സ്ഥലം. മുഡ്രിക എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ മറ്റൊരു സ്ഥലം, അവിടെ ലഷ്കർ ഇ തൊയ്ബ മേധാവി ഹാഫിസ് സയ്യിദിൻ്റെ സ്ഥലമാണ്. അവിടെയാണ് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പരിശീലനം നടന്നത്. അജ്മൽ കസബ് അടക്കമുള്ള പ്രതികൾ ഇവിടെ പരിശീലനം നേടിയിട്ടുണ്ട്. ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി, തഹാവൂർ റാണ തുടങ്ങിയവരൊക്കെ ഇവിടെ പരിശീലനം നേടിയവരാണ്. അങ്ങനെ ഇന്ത്യയിൽ പത്താൻകോട്ട് ഭീകരാക്രമണം അടക്കം നടത്തിയിട്ടുള്ള ഹിസ്ബുൾ മുജാഹിദീൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ഭീകരാക്രമണം, അങ്ങനെ ആ ഭീകരാക്രമണത്തിന് പരിശീലനം ലഭിച്ച സ്ഥലങ്ങൾ തിരഞ്ഞെടുത്താണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയതും ഭീകരത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതും. ഉന്മേഷ്. ശരി, നിർമ്മൽ എബ്രഹാം വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഒറ്റയടിക്കൊരാക്രമണത്തിലേക്ക് പോവുകയായിരുന്നില്ല ഇന്ത്യ. അതിനു മുൻപുണ്ടായിരുന്ന നയതന്ത്ര സമ്മർദ്ദമുണ്ട്. അതിനുശേഷം ഈ നദീജല കരാറിന്റെ കാര്യത്തിലടക്കം ഇന്ത്യ സ്വീകരിച്ച നിലപാട്, അവിടുത്തെ ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് വഴിയുണ്ടായ തിരിച്ചടി, അങ്ങനെ അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഈ ആക്രമണം കൂടി വരുന്നത്. അപ്പോൾ പാകിസ്ഥാന് ഓരോ ഘട്ടങ്ങളിലും മുന്നറിയിപ്പ് നൽകിയാണ് ഇന്ത്യ ആക്രമണത്തിലേക്ക് വരുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല. അവരുടെ സാമ്പത്തിക അവസ്ഥ, അവിടെ ഉണ്ടാകുന്ന അനിശ്ചിതാവസ്ഥ, അതെല്ലാം കൂടി പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെല്ലുവിളികൾ ഇത്തരത്തിൽ മുഴക്കുമെങ്കിലും പാകിസ്ഥാൻ അത്തരത്തിൽ കടുത്ത നടപടിയിലേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടല്ലോ രാജ്യത്ത്. നിർമ്മൽ. അതെ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഇന്ത്യ അവിടെ സ്റ്റേൺ ആയിട്ട് മുന്നോട്ട് പോകണം. അതായത് ഈ ഒരു യുദ്ധം, മിലിറ്ററി അറ്റാക്ക് ഒരുപക്ഷെ മറ്റ് എസ്കലേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ വെക്കാം. പക്ഷെ ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യ ഒരു പടി മുന്നോട്ട് പോകണം. കാരണം പണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെയും അതേപോലെ ലഷ്കർ ഇ തയ്ബയുടെ അറ്റാക്സ് ഉണ്ടായ സമയത്ത് നമുക്ക് കുറച്ച് തെളിവുകൾ ലഭിച്ചിരുന്നു. അതായത് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അജ്മൽ കസബും ഡേവിഡ് ഹെഡ്ലിയും ഒക്കെ തുറന്ന് സമ്മതിച്ചാണ് അവർക്ക് ട്രെയിനിങ് കിട്ടിയിരുന്നതും അതേപോലെ അത് പാകിസ്ഥാനിൽ വെച്ചാണ് കിട്ടിയെന്നുള്ളതും, അതേപോലെ അവിടെ മദ്രസകൾ വഴിയും ട്രസ്റ്റുകൾ വഴിയും ഡൊണേഷൻസ് വഴിയും ഒക്കെ ഒത്തിരി പൈസ ടെറർ ഫണ്ടിങ് പാകിസ്ഥാൻ നൽകിയിരുന്നുള്ളതിന് തെളിവുകളുണ്ട്. അതേപോലെ ഇന്ത്യ ഇപ്പൊ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഇപ്പം ഈ ലഷ്കർ ഇ തയ്ബയും ജെയ്ഷെ മുഹമ്മദും നമ്മൾ ഒരു 4-5 വർഷമായിട്ട് കേൾക്കുന്ന പേരുകളല്ല. അതിന് പകരം രണ്ട് ഫ്രണ്ടുകൾ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്നാണ് ഈ അറ്റാക്ക് നടത്തിയ TRFും റെസിസ്റ്റൻസ് ഫ്രണ്ടും, അതേപോലെ പീപ്പിൾസ് ആന്റി ഫാഷിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ മറ്റൊരു PAFF എന്ന് പറഞ്ഞ മറ്റൊരു സംഘടനയും കൂടെ വന്നിട്ടുണ്ട്. ഈ രണ്ട് സംഘടനകൾക്കും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പഴയതുപോലെ ടെസ്റ്റിമോണീസ് ഒന്നും നമുക്ക് കിട്ടാൻ ഇപ്പോൾ തൽക്കാല സാഹചര്യമില്ല. കാരണം ടെററിസ്റ്റുകൾ നമുക്ക് കൈ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ ടെസ്റ്റിമോണി ഉൾപ്പെടെ, ഫോൺ കോളുകളുടെ ഉൾപ്പെടെ, ചാറ്റുകൾ ഉൾപ്പെടെ നൽകി ഈ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഡിപ്ലോമാറ്റിക്കലി മറ്റൊരു രീതിയിൽ കൂടെ ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യാം. അതായത് FATF, ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലായിരുന്നു പാകിസ്ഥാൻ പണ്ട്. തിരിച്ച് 2022 അവരെ റിലീസ് ചെയ്തു. പക്ഷെ തിരിച്ച് അവരെ ഗ്രേ ലിസ്റ്റിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ നമുക്കറിയാവുന്നതുപോലെ IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും ലോക ADBയുടെയും ഒക്കെ ലോണുകളിലാണ് ഓടുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇമ്മീഡിയറ്റ്ലി FATFൽ ഗ്രേ ലിസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടെറർ ഫണ്ടിങ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അവരെ മറ്റു രീതിയിൽ വേൾഡ് ബാങ്കും IMF ഒക്കെ സപ്പോർട്ട് ചെയ്യാതാകും. അത് തന്നെ വലിയൊരു തിരിച്ചടിയാണ്. രണ്ടാമത് പാകിസ്ഥാൻ ടെററിസ്റ്റ് ഫണ്ടിങ് കൊടുക്കുന്ന രാജ്യമാണ് തെളിയിക്കാൻ സാധിച്ചാൽ മറ്റ് സാങ്ഷൻസ് നമുക്ക് യുണൈറ്റഡ് നേഷൻസ് വഴിയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അവിടെയുള്ള ഒരേ ഒരു തടസ്സം ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യമാണ് ചൈന. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നോക്കുകയാണെന്നുള്ളത്, പ്രത്യേകിച്ച് 2000-ന് ശേഷം, ഞാൻ പറയാൻ കാര്യം 99 കാർഗിൽ വാർ മുതലാണ് പാകിസ്ഥാനുള്ള സപ്പോർട്ട് മതിയാക്കി അമേരിക്ക ഇന്ത്യൻ സപ്പോർട്ടിനായിട്ട് വരുന്നത്. ആ സമയം മുതൽ ചൈന കഴിഞ്ഞ 25 വർഷമായിട്ട് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ്. ട്രേഡ് അഗ്രിമെന്റുകൾ നേരുന്നു, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ തുടങ്ങാൻ സഹായിക്കുന്നു, ലോണുകൾ കൊടുക്കുന്നു. സോ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ സാങ്ഷൻ കൊണ്ടുവരാൻ നോക്കുമ്പോൾ അവിടെ തടസ്സം വെക്കുന്ന രാജ്യം ചൈനയായിരിക്കും. അതുകൊണ്ട് ഇതൊരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇപ്പൊ ഈ അറ്റാക്കിൽ നിന്നാലും വർഷങ്ങളോളം ഇസ്രായേൽ പലസ്തീനിൽ നടക്കുന്ന പോലെ ഓരോ സമയത്തായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്. ശരി, നന്ദി ശ്രീ നിർമ്മൽ എബ്രഹാം.